നമുക്ക് തുളസിയിലയും പുതിനയിലയും വെച്ചിട്ടൊരു രസം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പഴുത്ത 2-3 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, ഒരു ചെറിയ കഷ്ണം പുളി, ഇത്രയാണ് ആവശ്യം. പുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ടു ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ അകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്ക് എല്ലായിട്ടൊന്ന് വഴറ്റി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഈ മിൻറ്റിൻ്റെ ലീവ്സും പിന്നെ തുളസി ഇലയും കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് ഒരു ഇടിക്കല്ലിൽ നന്നായിട്ട് ഇടിച്ച് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്തതും കൂടെ ഈ ഇടിച്ച് വെച്ചിരിക്കുന്ന മിക്സും കൂടെ കൂടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പുളി പിഴിഞ്ഞ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് തിളപ്പിച്ച് കട്ട് ചെയ്ത തുളസി ഇലയും കുറച്ച് മല്ലിയിലയും കരിയാപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. പനിയൊക്കെ ഉള്ളപ്പോൾ നല്ലതായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.